നമസ്കാരം. ദ ഡീപ് ഡ്രൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ഇന്ന് നമ്മൾ ഐജിഒനു MA സൈക്കോളജിയിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. പ്രശ്നപരിഹാരത്തിലെ തടസ്സങ്ങൾ, അതായത് ഇംപിരിമെന്റ്സ് ടു പ്രോബ്ലം സോൾവിംഗ്. നിങ്ങളുടെ കോഴ്സിൽ ഇത് ബ്ലോക്ക് 4 യൂണിറ്റ് 4 ആയി വരും. അതെ. നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ടില്ലേ, എന്തുകൊണ്ടാണ് ചിലപ്പോ നല്ല കഴിവൊക്കെ ഉണ്ടായിട്ടും ചില എളുപ്പമുള്ള പ്രശ്നങ്ങൾക്ക് മുന്നിൽ പോലും നമ്മളിങ്ങനെ സ്റ്റക്കായി പോകുന്നത്? ശരിയാണ്. ചിലപ്പോ ഉത്തരം കൺമുന്നിലുണ്ടാവും, പക്ഷെ നമ്മളത് കാണില്ല. അപ്പോ ഈ തടസ്സങ്ങൾ എന്തൊക്കെയാണ്? ഒരു സൈക്കോളജി സ്റ്റുഡന്റ് എന്ന നിലയ്ക്ക് ഇതിനെ എങ്ങനെ ക്രിട്ടിക്കൽ തിങ്കിങ് ഉപയോഗിച്ച് മറികടക്കാം എന്നൊക്കെ നമുക്കിന്നൊന്ന് വിശദമായിട്ട് നോക്കാം. ഓക്കെ. ഒരു പ്രശ്നത്തിന് ഉത്തരം കിട്ടാതെ കുഴങ്ങിപ്പോയൊരു സിറ്റുവേഷൻ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇഷ്ടം പോലെ. നമ്മൾ അറിയാതെ ചിലപ്പോ ചില ചിന്താപരമായ കെണികളിൽ വീണുപോകും, അല്ലേ? അതെ അതെ. അപ്പൊ അങ്ങനെയുള്ള ആദ്യത്തെ ഒരു പ്രധാന തടസ്സം, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായും. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മെന്റൽ സെറ്റാണ്. മെന്റൽ സെറ്റ്. ലൂച്ചിൻസ് ഇതിനെ ഐൻസ്റ്റെലുങ് എന്നൊരു ജർമ്മൻ വാക്കുപയോഗിച്ച് പറയുന്നുണ്ട്. ഐൻസ്റ്റെലുങ് അതായത് ഒരു പ്രത്യേക ചിന്താരീതിയിൽ അങ്ങ് ഉറച്ചു നിൽക്കുന്ന ഒരവസ്ഥ. ലൂച്ചിൻസിന്റെ ആ വാട്ടർ ജാർ എക്സ്പെരിമെന്റ് ഓർക്കുന്നുണ്ട്. ഒരേപോലത്തെ പ്രോബ്ലംസ് ഒരേ രീതിയിൽ സോൾവ് ചെയ്തു വരുമ്പോൾ പിന്നീട് ചിലപ്പോൾ അതിലും എളുപ്പമുള്ളൊരു വഴി വന്നാൽ പോലും നമ്മൾ ആ പഴയ വഴി തന്നെ ഉപയോഗിക്കാൻ നോക്കും. അപ്പൊ ശീലിച്ചു പോയൊരു രീതി മാറ്റാൻ പറ്റുന്നില്ല. അതെ. ആ പഴയ വിജയം തന്നെ പുതിയൊരു പ്രശ്നത്തിൽ തടസ്സമായിട്ട് മാറും. അപ്പൊ മുൻപരിചയം എപ്പോഴും ഒരു അനുഗ്രഹമല്ല. അല്ല, ചിലപ്പോ അതൊരു തടസ്സമാവാം. ഈ മെന്റൽ സെറ്റിനെ നമ്മളീ ക്രിട്ടിക്കൽ തിങ്കിങ് വെച്ച് എങ്ങനെ നേരിടും? അതൊരു നല്ല ചോദ്യമാണ്. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ സ്വയം ചോദിക്കണം, ഈ പഴയ രീതി തന്നെയാണോ ഇപ്പോഴും ബെസ്റ്റ്? ഇതിനു വേറെ വഴിയില്ലേ എന്ന്. നമ്മുടെ ആ ഒരു സ്ഥിരം ചിന്താഗതിയെ ഒന്ന് ബോധപൂർവം ചോദ്യം ചെയ്യണം. മുൻവിധികളൊക്കെ മാറ്റിവെച്ച് ഓരോ പ്രശ്നത്തെയും ഒരു പുതിയ കണ്ണോടെ കാണാൻ ശ്രമിക്കണം. ശരിയാണ്. ഓക്കെ. അപ്പോൾ അടുത്ത പ്രധാന തടസ്സത്തിലേക്ക് പോയാലോ? ഫങ്ഷണൽ ഫിക്സഡ്നെസ്. ഫങ്ഷണൽ ഫിക്സഡ്നെസ് ഇതെങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത്? ഇത് വളരെ സാധാരണയായിട്ട് കാണുന്ന ഒന്നാണ്. ഒരു വസ്തു, അതിന് സാധാരണ ഒരു ഉപയോഗമുണ്ടാവുമല്ലോ, അതിനപ്പുറത്തേക്ക് അതിന് ഉപയോഗിക്കാൻ പറ്റുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഡെങ്കറുടെ ആ മെഴുകുതിരി പ്രശ്നം നല്ല ഉദാഹരണമാണ്. ആ കാർഡ്ബോർഡ് പെട്ടിയുടെ കാര്യം. അതെ, ആ കാർഡ്ബോർഡ് പെട്ടി അതൊരു മെഴുകുതിരി സ്റ്റാൻഡായിട്ട്, ഒരു തട്ടായിട്ട് ഉപയോഗിക്കാമെന്നും പലർക്കും ചിന്തിക്കാൻ പറ്റിയില്ല. കാരണം പെട്ടി എന്നാൽ സാധനം വെക്കാനുള്ളതെന്ന ചിന്തയിൽ അവർ ഫിക്സഡായി പോയി. അതെ അതെ. സിമ്മലിന്റെ ആ കോയിൻ പ്രോബ്ലമല്ലേ, 8 കോയിൻസ്, അതിനെ തുല്യ ഗ്രൂപ്പാക്കാൻ 4 എന്നു മാത്രമേ പലരും ചിന്തിച്ചുള്ളൂ. പക്ഷേ 3-3-2 എന്നൊരു അണീക്വൽ ഗ്രൂപ്പും പറ്റുമല്ലോ. അത് ചിന്തിക്കാൻ ഈ ഫിക്സഡ്നെസ് കാരണം പറ്റിയില്ല. അതായത് വസ്തുക്കളുടെ ആ ഒരു ലേബൽ, അതിനപ്പുറത്തേക്ക് ചിന്തിക്കുന്നില്ല. അതെ, കറക്റ്റ്. നമ്മളിപ്പോ അടുക്കളയില് കത്തി കാണാതെ വരുമ്പോൾ ഒരു സ്പൂൺ കൊണ്ട് വല്ലതും മുറിക്കാൻ നോക്കാത്തത്, അതൊരു തരം ഫങ്ഷണൽ ഫിക്സ്ഡ്നെസ് ആണോ? ഒരു പരിധിവരെ പറയാം. ഒരു സ്പൂണിനും മുറിക്കാനുള്ള മൂർച്ചയില്ലായിരിക്കാം, പക്ഷേ ചിന്ത വരുന്നത് അങ്ങനെയാണല്ലോ. ശരിയാണ്. ഇതിനെ മറികടക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് ഒരു വസ്തുവിനെ കാണുമ്പോൾ അതിന്റെ സാധാരണ ഉപയോഗം എന്താണെന്ന് ചിന്തിക്കുന്നതിന് പകരം ഇതിന് എന്തൊക്കെ ഭൗതിക ഗുണങ്ങളുണ്ട്, അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാലോചിക്കുന്നതാണ്. അതായത് അതിന്റെ ഫംഗ്ഷൻ അപ്പുറം അതിന്റെ പ്രോപ്പർട്ടീസ് നോക്കുക. അതെ. ഒരു പെൻസിൽ കൊണ്ട് എഴുതാം, പക്ഷെ മുടികെട്ടാനും ഉപയോഗിക്കാമെന്ന് ചിന്തിക്കുന്നത് പോലെ. കൊള്ളാം. അപ്പോൾ ഈ 2 പ്രധാനപ്പെട്ട തടസ്സങ്ങൾ കൂടാതെ വേറെയും ഉണ്ടല്ലോ, അല്ലേ, നമ്മുടെ ചിന്തയെ ബ്ലോക്ക് ചെയ്യുന്നത്? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഭാഗമാണ് ഗ്രഹണപരമായ തടസ്സങ്ങൾ, അല്ലെങ്കിൽ പെർസെപ്ച്വൽ ബ്ലോക്സ്. അതായത് പ്രശ്നം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കുന്നതിൽ വരുന്ന പിഴവുകൾ. ഓക്കെ. ചിലപ്പോൾ നമ്മൾ പ്രശ്നത്തിന്റെ ഒരു ഭാഗം മാത്രമേ കാണൂ, അല്ലെങ്കിൽ അപ്രധാനമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കും, അല്ലെങ്കിൽ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് തന്നെ തെറ്റിദ്ധരിക്കും. ശരിയാണ്. അപ്പോ പ്രശ്നത്തെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നത് അതിന്റെ പരിഹാരത്തെ ശരിക്കും പറഞ്ഞാൽ നേരിട്ട് ബാധിക്കും. ഇതിന് മറികടക്കാൻ പ്രശ്നത്തെ പല ആംഗിളിൽ നിന്ന് നോക്കണം. ഞാൻ എന്തെങ്കിലും മുൻവിധിയോടെയാണോ ഇതിനെ കാണുന്നത്, എന്റെ അനുമാനങ്ങൾ ശരിയാണോ എന്നൊക്കെ സ്വയം ചോദിക്കുന്നത് നല്ലതാണ്. ഓക്കെ. ഇനി നമ്മുടെ വികാരങ്ങൾ, അതും ഒരു തടസ്സമാകുമോ? ഇപ്പോ പരീക്ഷ പേടിച്ച് പഠിച്ചത് മറന്നുപോകുന്നത് പോലെ. തീർച്ചയായും. അതാണ് വൈകാരിക തടസ്സങ്ങൾ, അല്ലെങ്കിൽ ഇമോഷണൽ ബ്ലോക്സ്.
തെറ്റുപറ്റുമോ എന്നുള്ള പേടി, മറ്റുള്ളവർ എന്തു വിചാരിക്കുമെന്നുള്ള ആ ഒരു ആശങ്ക, ക്ഷമയില്ലാതെ പെട്ടെന്ന് ഉത്തരം വേണമെന്നുള്ള ചിന്ത, അല്ലെങ്കിൽ പരാജയപ്പെടുമോ എന്ന ഭയം, പ്രശ്നത്തെ നേരിടാനുള്ള മടി, ഇതൊക്കെ പുതിയ ഐഡിയാസ് വരാനും യുക്തിപരമായി ചിന്തിക്കാനും തടസ്സമാകും. ശരിയാണ്. ടെൻഷൻ അടിച്ചാൽ പിന്നെ ഒന്നും നടക്കില്ല. അതെ, വികാരങ്ങൾ നോർമലാണ്. പക്ഷേ അത് നമ്മുടെ ചിന്തയെ ഭരിക്കാൻ സമ്മതിക്കരുത്. അപ്പോ ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസ് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ഒന്ന് മാറ്റി നിർത്തി വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങളെ കാണാൻ ശ്രമിക്കണം. ഇനിയിപ്പോ അറിവില്ലായ്മയോ അല്ലെങ്കിൽ ചിന്തിക്കുന്ന രീതിയിലെ പ്രശ്നങ്ങളോ തടസ്സമാകാറുണ്ടോ? ആവാം. അതാണ് ബൗദ്ധിക തടസ്സങ്ങൾ, ഇന്റലക്ച്വൽ ബ്ലോക്സ്. ചിലപ്പോൾ ഇതിന് പ്രകടനപരമായ തടസ്സങ്ങൾ, എക്സ്പ്രസീവ് ബ്ലോക്സ് എന്നും പറയാറുണ്ട്. ഓക്കെ. ഒന്ന്, പ്രശ്നം പരിഹരിക്കാൻ വേണ്ട അറിവോ കഴിവോ ഇല്ലാതിരിക്കുക. അത് സ്വാഭാവികമായും ഒരു തടസ്സമാണ്. പിന്നെ ചിന്താപരമായ വഴക്കമില്ലായ്മ, ഇൻഫ്ലെക്സിബിലിറ്റി. അതായത് ഒരേ ഒരു രീതിയിലേ ചിന്തിക്കൂ എന്ന് വാശി പിടിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഓർഡർ ഇല്ലാതെ ചിന്തിക്കുന്നത്. ഒരു ചിട്ടയില്ലാത്ത സമീപനം. അതെ. പിന്നെ നമ്മുടെ ആശയങ്ങൾ വ്യക്തമായി മറ്റുള്ളവരോട് പറയാൻ പറ്റാത്തതും ചിലപ്പോഴൊരു തടസ്സമാവാം. അപ്പോ ഇവിടെ ക്രിട്ടിക്കൽ തിങ്കിങ് എങ്ങനെ സഹായിക്കും? ഇവിടെ നമ്മൾ സ്വയം ചോദിക്കണം, എനിക്ക് കൂടുതൽ ഇൻഫർമേഷൻ വേണോ, അതോ ഞാൻ ചിന്തിക്കുന്ന രീതി മാറ്റേണ്ടതുണ്ടോ എന്ന്. അങ്ങനെയുള്ള ഒരു തിരിച്ചറിവ് തരും. ശരിയാണ്. പിന്നെ യൂണിറ്റിൽ പറയുന്ന മറ്റൊരു കാര്യമാണ് പ്രശ്നത്തെ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നത്. റെപ്രസെന്റേഷൻ. അത് വളരെ പ്രധാനമാണ്. ആ നമ്പേഴ്സ് ഗെയിം ഒരു മാന്ത്രിക ചതുരം പോലെ കാണുമ്പോൾ എളുപ്പമാകുന്ന കാര്യം പറയുന്നുണ്ടല്ലോ. അതെ, നമ്മളൊരു പ്രശ്നത്തെ മനസ്സിൽ എങ്ങനെ ഫ്രെയിം ചെയ്യുന്നു എന്നത് ഉത്തരം കണ്ടെത്താനുള്ള കഴിവിനെ നന്നായിട്ട് സ്വാധീനിക്കും. ശരിയായ രീതിയിൽ അതിനെ സമീപിച്ചാൽ തന്നെ പകുതി പ്രശ്നം തീർന്നു എന്ന് പറയാം. ഇത് എക്സ്പേർട്സും നോയ്സസും, അതായത് വിദഗ്ധരും തുടക്കക്കാരും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസമാണ്. അതെങ്ങനെയാണ്? എക്സ്പേർട്സ് എപ്പോഴും പ്രശ്നത്തിന്റെ ആ ഒരു അടിസ്ഥാന തത്വങ്ങളിൽ ശ്രദ്ധിക്കും, അതിന്റെ സ്ട്രക്ചറിൽ. പക്ഷെ തുടക്കക്കാർ ചിലപ്പോൾ അതിന്റെ ഉപരിപ്ലവമായ കാര്യങ്ങളുടെ ശ്രദ്ധിച്ചെന്നിരിക്കാം. ഓക്കേ. പിന്നെ എക്സ്പേർട്സ് അവരുടെ ചിന്താപ്രക്രിയയെ ഇടയ്ക്കിടെ ഒന്ന് വിലയിരുത്തും, തെറ്റുകൾ വരാതെ നോക്കും. അതും ഒരു തരം ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ പ്രധാനമായിട്ടും സംസാരിച്ചത് മെന്റൽ സെറ്റ്, ഫങ്ഷണൽ ഫിക്സ്ഡ്നെസ്, പിന്നെ ഗ്രഹണപരം, വൈകാരികം, ബൗദ്ധികം, ഇങ്ങനെയുള്ള തടസ്സങ്ങൾ. അതെ. പിന്നെ പ്രശ്നത്തെ ശരിയായി റെപ്രസെന്റ് ചെയ്യാത്തതും ഒരു പ്രശ്നമാണ്. അതെ. ഈ തടസ്സങ്ങളെക്കുറിച്ചൊക്കെ ഒരു ബോധ്യമുണ്ടാകുന്നത് തന്നെ വലിയ കാര്യമാണ്. അതുതന്നെയാണ് ഇതിനെ മറികടക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. ശരിയാണ്. ഒരു സൈക്കോളജി വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് പഠനത്തിലും പിന്നീട് പ്രാക്ടീസ് ചെയ്യുമ്പോഴുമൊക്കെ ഈ അറിവ്, ഈ ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വന്തം ചിന്തകളെ ഒന്ന് വിശകലനം ചെയ്യാനും ഇത്തരം കെണികളിൽ വീഴാതെ നോക്കാനും ഇത് സഹായിക്കും. തീർച്ചയായും. നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി. എലൻ ലാങ്ങർ എന്ന സൈക്കോളജിസ്റ്റ് പറയുന്ന മനസ്സില്ലായ്മ അല്ലെങ്കിൽ മൈൻഡ്ലെസ്നെസ് എന്നൊരാശയമുണ്ട്. നമ്മൾ എത്ര തവണ നമ്മുടെ ഡെയിലി ലൈഫിൽ പഠിക്കുമ്പോൾ വെറുതെ യാന്ത്രികമായി ശരിക്കും ആലോചിക്കാതെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം. ശരിയാണ്. ഓട്ടോ പൈലറ്റ് മോഡില്. അതെ. ചിലപ്പോൾ ഏറ്റവും സിമ്പിളായ അല്ലെങ്കിൽ ഏറ്റവും ക്രിയേറ്റീവായ ഒരു ഉത്തരം തൊട്ടു മുന്നിലുണ്ടാവും. പക്ഷെ നമ്മുടെ ഈ മെന്റൽ സെറ്റ് അല്ലെങ്കിൽ മറ്റ് തടസ്സങ്ങൾ കാരണം നമ്മളത് കാണാതെ പോകും. ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും, അല്ലേ? തീർച്ചയായും.